നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിനേഷൻ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ SR4 ST ഒള്ളി. അപ്പൊ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് നടത്തിയത്. അപ്പം എല്ലാം കണ്ടു കഴിഞ്ഞപ്പം സിമ്പിൾ ആയിട്ട് വൺ വേർഡ് ഒക്കെ തോന്നുന്നുണ്ട്, പക്ഷെ മിക്കതും ഇച്ചിരി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം. ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വിവരിച്ചിരിക്കുന്നത്? ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്? സുഖസന്ദേശം, ഓപ്ഷൻ സി സുഖസന്ദേശം. 2. ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണലിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണലിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ഓപ്ഷൻ ബി ശ്യാംജി കൃഷ്ണ വർമ്മയാണ്. അടുത്തത് 3. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് MN റോയ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് MN റോയിയുടെ കാര്യം. എന്തിനെ പറ്റിയിട്ടാ? എക്കണോമിക്സിനകത്ത് നമ്മൾ എക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത് MN റോയെ പറ്റിയിട്ടാണ്. MN റോയെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചതാണ് MN റോയ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സ്ഥിരമായിട്ട് പഠിക്കുന്നതുകൊണ്ട് ആരും തെറ്റിക്കത്തില്ല. 4. ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് UNOയുടെ ഏത് സംഘടനയാണ്? ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി പൊതു സമ്മേളനത്തെയാണ്. അടുത്തത് താഴെ പറയുന്നവരിൽ ആരാണ് 1857 കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്? അപ്പൊ ഇംഗ്ലീഷ് നോക്കുവാണെങ്കിൽ Who among the following historian described the revolt of 1857 as a wholly unpatriotic and selfish sepoy mutiny എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സർ ജോൺ സീലി ആണ്. അടുത്തത് 6. നിലവിൽ ആസിയാൻ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ കാവോ കിം ഹോൺ ആണ്. ഡോക്ടർ കാവോ കിം ഹോൺ ആണ് നിലവിലെ ആസിയാൻ സെക്രട്ടറി ജനറൽ. ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. അടുത്തത് ലിസ്റ്റ് നോക്കാം. ഇപ്പൊ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്തിനെ പറ്റിയിട്ടാണ്. ഗുട്ടൻബർഗ്, റപ്പറ്റൈ, മൊഹറോവിക്ക്, കോൺറാഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഭൂമിയിലെ പാളികളാണ്, അല്ലെ? നമ്മള് ഭൂമിയിലെ തിരച്ചീനമായിട്ട് വിച്ഛേദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ഓരോരോ പാളികളെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പാളികൾക്കിടയിലുള്ള സ്ഥലത്തിനെയാണ് അല്ലെ മൊഹറോവിക്ക്, ഡിസ്കണ്ടിന്യൂറ്റി, കോൺറാഡ്, റപ്പറ്റൈ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഗുട്ടൻബർഗ് എന്ന് പറയുന്നത് ആവരണവും കാമ്പും, അതുപോലെ ബി എന്ന് പറയുന്നത് 4, റപ്പറ്റൈ പുറത്തെ ആവരണവും അകത്തെ ആവരണവും, അതുപോലെ മൊഹറോവിക്ക് അതായത് തമ്മിൽ വേർതിരിക്കുന്ന പാർട്ടാണ് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1 പുറംതോട് ആവരണം, ഇതാണ് മൊഹറോവിക്ക് എന്ന് പറയുന്നത്. കോൺറാഡ് എന്ന് പറയുന്നത് എന്താണ്? മുകളിലും താഴെയുമായുള്ള പുറംതോടാണ് കോൺറാഡ്. അടുത്തത് 8ാമത്തെ ചോദ്യം. അവശിഷ്ട പാറകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അവശിഷ്ട പാറകളെ പറ്റിയിട്ട്, അതായത് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ജോഗ്രഫിയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാ? 1 ഭൂമിയുടെ സ്ട്രക്ചറിനെ പറ്റിയിട്ട്. 2ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? സെഡിമെന്ററി റോക്സ് വിഭാഗത്തിൽ നിന്നാണ്. അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ പാറകൾ വളരെ മൃദുവാണ്. അവ പല പാളികളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെഡിമെന്ററി റോക്സിനെ പറ്റിയിട്ട് എല്ലാം ശരിയാണ്. അതായത് ഫോസിലുകളും അവശിഷ്ടങ്ങളും കാണപ്പെടാറുണ്ട്, വളരെ മൃദുവായിട്ടുള്ളവയാണ്, പല പാളികളിലായിട്ടാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം സെഡിമെന്ററി റോക്സിനെ പറ്റിയിട്ട് ഉള്ളതാണ്. ഇത് എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ജോഗ് വെള്ളച്ചാട്ടം, കപിൽധാര വെള്ളച്ചാട്ടം, ദൂത് സാഗർ വെള്ളച്ചാട്ടം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഏതാ? 1ഉം 3ഉം ശരി. ജോഗ് എല്ലാവർക്കും അറിയാം, കർണാടക. കപിൽധാര വെള്ളച്ചാട്ടം തെറ്റാണ്. ദൂത് സാഗർ ഗോവ. അതുകൊണ്ട് 1ഉം 3ഉം ശരി. ഓപ്ഷൻ ഏതാണ്? 9ന്റെ ഓപ്ഷൻ സി ആണ്. അടുത്ത 10. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ പാക് കടലെടുക്കാണ് കേട്ടോ. പാക് കടലെടുക്ക്. മുകളിൽ കൊടുത്തിരിക്കുന്ന പോക് സ്ട്രേറ്റ്, മുകളിൽ കൊടുത്തിട്ടുണ്ട് പാക് സ്ട്രേറ്റ് എന്ന്. ഇത് താഴെ ഇച്ചിരി തെറ്റായിട്ടാണ് പറയുന്നത്, പാൽക്കെന്ന്. അടുത്ത 11. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏത് നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? താഴെ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദി? പമ്പാർ, എല്ലാവർക്കും അറിയാം. അടുത്തത് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ അടുത്തിടെ ക്രെപ്സ്കുല രശ്മികൾ പിടിച്ചെടുത്തത് ഏത് ഗ്രഹത്തിൽ നിന്നാണ്? Question 12. NASA's Curiosity rover recently captured the crepuscular rays on which planet? ഏത് പ്ലാനറ്റ് ആണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചൊവ്വ.
അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികൾ നോക്കുക. ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ നിന്ന് വന്ന ചോദ്യമാണ്. സിഡ്ബി, മുനിഷ് റേ, IFCL, NHB. ഓരോന്നും ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്ന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ്. അതായത് മുനിഷ് റീ ഇൻഷുറൻസ് കമ്പനി, 3 IFCL ധനകാര്യ സ്ഥാപനങ്ങൾ. ബാക്കിയെല്ലാം തന്നെ. സിഡ്ബി എന്ന് പറയുന്നത് പൊതുമേഖലാ ബാങ്ക് ആണോ? അല്ല. NHB സ്വകാര്യ മേഖലയും അല്ല. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. അടുത്തത് 14ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ. ഹരിത വിപ്ലവം നമ്മൾ പലവട്ടം പഠിച്ചതാണ്. ഹരിത വിപ്ലവം അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സും എടുത്തായിരുന്നു UPSC ലെവലിലുള്ളത്. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ട് കേട്ടോ. ഹരിത വിപ്ലവം സാങ്കേതിക വിദ്യ എന്നത് HYV ഹൈ ഈൽഡ് വെറൈറ്റി വിത്തുകള്, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജ് ആണ്. അപ്പൊ ഹൈ ഈൽഡ് വെറൈറ്റി വിത്തുകള്, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നത്. 1965 കാർഷിക വില കമ്മീഷൻ നിലവിൽ വന്നത്. 1961 IAAP നടപ്പിലാക്കിയത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി 1 ശരിയാണ്, 2 ശരിയാണ്, ഓപ്ഷൻ എ 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവല്ല MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ അല്ലെ, ഇന്ത്യ എന്ന് എടുത്തു പറയുവാണെങ്കിൽ മാത്രം. അപ്പം ബോർലോഗിന്റെ കാര്യം നമ്മൾ പറയാറില്ലേ, അപ്പം ആ പേര് നോക്കിയിട്ട് വേണം. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അത് തെറ്റാണ്. അടുത്ത 15 ചരക്ക് സേവന നികുതി GST. അടുത്ത അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പാറ്റേണുകളുണ്ട്. ഒന്ന് ഹരിത വിപ്ലവം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അടുത്ത GST. ആ കിടക്കുന്ന മോഡലിൽ തന്നെയാണ്. ദെൻ പഞ്ചവത്സര പദ്ധതി, പുത്തൻ സാമ്പത്തിക പരിഷ്കരണം. 5 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 5 എണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ എക്കണോമിക്സ് പഠിക്കണമെന്ന് പറയുന്നത്. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പാല്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ GST 5% ആണ്. 2017 ജൂലൈ 1 ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നികുതി നടപ്പാക്കി. കാസ്കേഡിംഗ് ഇഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണിതത്തിലുള്ള കുറവും മറികടക്കുക. GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നോക്കാം ഇംഗ്ലീഷ്. GST on milk, fruits and vegetables is 5%. A destination-based tax implemented on 1st July 2017. Overcome cascading effect and reduction in multiplicity of indirect taxes. GST Council is a constitutional body. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഈ ആൻസർ എല്ലാവർക്കും അറിയാമായിരിക്കും. ഓപ്ഷൻ ബി 2ഉം 3ഉം 4ഉം ആണ്. 2, 3, 4 ശരിയാണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി? അതായത് മോഡലാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ദ്രുതവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ ഇൻക്ലൂസീവ് ഗ്രോത്ത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഇതാണ്. പിന്നെ 2 3 മോഡൽസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എഴുതാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചേരുംപടി ചേർക്കുമ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് ചേരുംപടി? 4 DP ധർമ്മോഡൽ 5ാം പഞ്ചവത്സര പദ്ധതി, 1 ഹരോഡോമർ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി, മഹലനോബിസ് 2ാം പഞ്ചവത്സര പദ്ധതി. അപ്പം 3 തെറ്റാണ് കേട്ടോ. 3 തെറ്റാണെന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് തെറ്റെന്നാണ് ചോദ്യം. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. BOP പ്രതിസന്ധി മറികടക്കാൻ 1991 വിദേശത്തിനെതിരായ ഇന്ത്യൻ കറൻസി വിലമതിക്കപ്പെട്ടു. വ്യാവസായിക മേഖലയുടെ നിയന്ത്രണം എടുത്തു കളയുന്നതിന് മുൻപ് 17 വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് കീഴിൽ സംവരണം ചെയ്തിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമാണ്. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു ലേറ്റസ്റ്റ് ക്ലാസ്സിനകത്ത്. ഓപ്ഷൻ സി ആണ്. only 1 and 3. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണെന്ന് എണ്ണമൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഏതൊക്കെ ആയിരുന്നു നിയന്ത്രണത്തിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന്. അപ്പൊ ക്ലാസ് കണ്ടവർക്ക് അറിയാം. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 18 താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ലോക ബാങ്ക്, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. അതിനകത്ത് ഏതൊക്കെയാണ് ചേരുംപടി ചേരുന്നതെന്നാണ് ചോദ്യം. നോക്കുക. 18ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത 19 താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാത്തത്? നെക്സ്റ്റ് തൊട്ട് നമുക്ക് ഭരണഘടനയാണ്. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, മുഹമ്മദ് സാദുള്ള, KP മുൻഷി എല്ലാവരും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് ഇല്ലാത്തത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. അടുത്ത 20C ആണ് ആൻസർ. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ്. പ്രത്യേക നടപടിക്രമം വഴി. കഴിഞ്ഞ പ്രിലിംസിനും ചോദിച്ച ചോദ്യമാണ്.
അപ്പം അടുത്തത് ഇത് ചോദിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചോദിച്ചു. അടുത്തത് ഏതാണ്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും ചോദിച്ചു. അടുത്തത് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ ആർക്കാണ് നീക്കം ചെയ്യാൻ കഴിയുന്നത്? PSC UPSCയിൽ നിന്നും, കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനത്തിൽ നിന്നുമാണ് 21ാമത്തെ ചോദ്യം. അപ്പൊ 3 പോർഷൻ കഴിഞ്ഞു. ഓപ്ഷൻ എ ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ് മാറ്റാനുള്ള അധികാരം. അടുത്ത 22 റിട്ട് ആണ് കേട്ടോ. കോ വാറന്റോയുടെ ഏതാണ് കോ വാറന്റിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അടിസ്ഥാനം അല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ ഡി ആണ്, കേസിൽ പൊതു താല്പര്യം നിലനിൽക്കില്ല. 22ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രൗണ്ട് ടു ഇഷ്യൂ റിട്ട് ഓഫ് കോ വാറന്റോ? ഓപ്ഷൻ ഡി, പബ്ലിക് ഇൻട്രസ്റ്റ് ഡസ് നോട്ട് ഹോൾഡ് ഗ്രൗണ്ട് ഇൻ ദ കേസ്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 23, ഹൗ മെനി ഐറ്റംസ് കണ്ടെയ്ൻ ദ 11th ഷെഡ്യൂൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ എത്ര ഇനങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 29. അടുത്ത താഴെ പറയുന്നതിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്? ആന്റി ഡിഫെക്ഷൻ ലോസ് പറയുന്ന ഏതാണ്? ഓപ്ഷൻ ബി 91ാം ഭരണഘടനാ ഭേദഗതി. 91st. അടുത്തത് 25, ഇരട്ട അപകടത്തിനെതിരെ പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ തിരിച്ചറിയുക. ഐഡന്റിഫൈ ദ ആർട്ടിക്കിൾ വിച്ച് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഡബിൾ ജിയോപാഡി. ഏതാണ് ആർട്ടിക്കിൾ? അപ്പൊ ഇവർക്ക് വൺ വേർഡ് ചോദ്യം ചോദിച്ചിരിക്കുന്നെങ്കിൽ പോലും പലതും ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഈ ആർട്ടിക്കിൾ 20 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 20 ആണ്. അടുത്തത് 26, താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജ് രൂപീകരിക്കാത്തത്? ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഓരോ സംസ്ഥാനത്തെയും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ആരൊക്കെയാ? ഓപ്ഷൻ ഡി ആണ്. ഇതിനകത്ത് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യ. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളില്ല, ബാക്കി ഇവര് മൂന്നും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഈ പ്രസിഡന്റിനെ പറ്റിയിട്ട് ഞാൻ ലക്ഷ്മികാന്തിന്റെ ഫുൾ പേജ് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം സമയം അനുസരിച്ച് നമ്മൾ പ്രസിഡന്റിന്റെ, വൈസ് പ്രസിഡന്റിന്റെ, അതുപോലെ തന്നെ യൂണിയൻ എക്സിക്യൂട്ടീവ്സ് ആരൊക്കെയാണെന്ന് അറിയാലോ. ബാക്കി മിനിസ്റ്റേഴ്സിന്റെ കാര്യം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ അറ്റോർണി ജനറൽ എല്ലാം കൂടെ ചേർത്തിട്ടാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്സിനകത്ത് വരുന്നത്. അതെല്ലാം കൂടെ ചേർത്തിട്ട് പറ്റിയാൽ ഒരു ക്ലാസ് നമുക്ക് ഉടൻ തന്നെ എടുക്കാം കേട്ടോ, എല്ലാവരെയും കൂടെ ചേർത്തിട്ട്. അപ്പൊ ഈ ആഴ്ച അത് പഠിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്നൊരു ചോദ്യമാണിത്. 27, 2022 ഇന്ത്യൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരായിരുന്നു? ഉപരാഷ്ട്രപതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി മാർഗരറ്റ് ആൽവയാണ്. അടുത്ത 28, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ സംബന്ധിച്ച്, അതായത് ഇനി ഈ ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നിരിക്കുന്നതെന്ന് അറിയാലോ. കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതിനകത്തിൽ നിന്നും ഡിസാസ്റ്റർ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റിയെ പറ്റിയിട്ടാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു നിയമാനുസൃതവും സ്വയം ഭരണാധികാരവുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കേരള മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ചീഫ് സെക്രട്ടറി. റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് KSDMA വകുപ്പ് മേധാവി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരിയാണ്. ഇത് നിയമനുസൃതവും സ്വയം ഭരണാധികാരി ഉള്ളതാണോ? അല്ല, ഓട്ടോണോമസ് അല്ല. അടുത്ത 29, നീതി ആയോഗ്. സ്ഥിരം ചോദ്യം. നീതി ആയോഗിൻ ആരംഭിച്ച ആരോഗ്യ സൂചികയുടെ 4ാം റൗണ്ടിലെ ഏതാണ് ശരി? അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ. നീതി ആയോഗിന്റെ ആരംഭിച്ചിട്ടുള്ള ആരോഗ്യ സൂചിക, നീതി ആയോഗ് പഠിച്ചുകൊണ്ട് പോയാൽ നമുക്കിത് കിട്ടത്തില്ല. ഇത് എവിടെ നിന്ന് പഠിക്കണം? കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ട്രൂ അബൌട്ട് ദി റൗണ്ട് ഓഫ് ഹെൽത്ത് ഇൻഡെക്സ് ലോഞ്ച്ഡ് ബൈ നീതി ആയോഗ് ഇൻ 2021? അതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് മാത്രം പറയാം. ഓപ്ഷൻ സി ആണ്. 1, 2, 3. മൊത്തത്തിലുള്ള ആരോഗ്യ പ്രകടനത്തിന്റെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തെത്തി. തമിഴ്നാടും തെലങ്കാനയും ആരോഗ്യ മാനദണ്ഡങ്ങളിൽ 2ഉം 3ഉം സ്ഥാനം. 2019-20 ആയിരുന്നു ആരോഗ്യ സൂചിയുടെ റഫറൻസ് കാലയളവ്. ഇത് 3ഉം ശരിയാണ്. അടുത്തത് 30ാമത്തെ ചോദ്യം. സേവനങ്ങളുടെ കാര്യക്ഷമവും സമയബന്ധിതവുമായ ഡെലിവറി, ഗവൺമെന്റിന്റെ പരാതികൾ പരിഹരിക്കൽ എന്നിവ വ്യവസ്ഥ ചെയ്യുന്നു. ആ നിയമം നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദ്യം. എന്നാണ്? ഓപ്ഷൻ ബി 2012. ചോദ്യം എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. വിച്ച് സ്റ്റിപ്പുലേറ്റ് എഫിഷ്യന്റ് ആൻഡ് ടൈം ബൗണ്ട് ഡെലിവറി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് ആൻഡ് റിഡ്രസ് ഓഫ് ഗ്രീവൻസ് ബൈ ദി ഗവൺമെന്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ ദ ഇയർ ഓഫ് 2012.
അടുത്തത് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ. അപ്പൊ ഇവിടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. ആരാണ്? ഓപ്ഷൻ ഡി, ദിവാൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അടുത്ത 32 കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകാനും അവരെ പുനരധിവസിപ്പിക്കാനും തുടങ്ങിയത്? ഓപ്ഷൻ എ ആണ് ആൻസർ, തണലാണ്. അടുത്ത കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സർവീസ് പാർക്ക് സ്ഥാപിക്കുന്നതിനായി കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തോന്നയ്ക്കൽ. അടുത്ത മനുഷ്യനിൽ രക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുന്ന വാഹന എക്സ്ഹോസ്റ്റുകൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന മലിനീകരണത്തിന്റെ പേര് പറയുക. ഓപ്ഷൻ സി, കാർബൺ മോണോക്സൈഡ്. ഇതിപ്പോ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ചോദ്യമായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം സംശയം തോന്നുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ സയൻസ് ചോദ്യങ്ങൾ പലതും നമ്മളെ ഇപ്പൊ കൺഫ്യൂഷൻ ആക്കുന്നതുമാണ്. അടുത്ത പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവുള്ള ചില ജീവജാലങ്ങളുടെ സവിശേഷമായ സ്വത്താണ് ബയോലൂമിനൻസ്. ബയോലൂമിനൻസ് കഴിവുള്ള ഒരു ഓർഗാനിസത്തിന്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, സ്റ്റെനോടാന. അടുത്തത് mRNA വിവർത്തനം അവസാനിപ്പിക്കുന്നതിന് സ്റ്റോപ്പ് കോഡോൺ വളരെ അത്യാവശ്യമാണ്. താഴെ പറയുന്നതിൽ നിന്ന് ഒരു സ്റ്റോപ്പ് കോഡോൺ തിരഞ്ഞെടുക്കുക. വളരെ ടഫായിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി, UAG. ഇത് നമുക്ക് പെട്ടെന്ന് ഈ സയൻസിനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നും ഇല്ലാത്തവർക്കൊന്നും ആൻസർ എഴുതാനൊന്നും പറ്റുന്ന ചോദ്യങ്ങളല്ല, വൺ വേർഡ് ആണെങ്കിൽ പോലും. അടുത്ത 37 മനുഷ്യന്റെ ഹൃദയത്തിന്റെ സാധാരണ പ്രവർത്തനം മനസ്സിലാക്കാൻ ECG ഉപയോഗിക്കുന്നു. ഒരു ECG തരംഗങ്ങൾ പ്രധാനമായും 3 തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു: P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. അതിൽ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇതൊരു പ്രീവിയസ് ചോദ്യം കൂടാണ്. വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പ്ലാസ്മോഡിയം എന്ന രോഗാണുവാണ് മനുഷ്യനിൽ മലേറിയ രോഗം പരത്തുന്നത്. ഈ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്ന ജീവിയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, പ്രോട്ടോസോവ. അടുത്ത വൃത്തിയുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ അളവിലുള്ള മെർക്കുറി ഗോളാകൃതി സ്ഥിരീകരിക്കുന്നു. ഇതിന്റെ പിന്നിലെ കാരണം, അതായത് ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ മെർക്കുറി ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഗോളാകൃതിയിൽ ഇരിക്കാനുള്ള കാരണം ഫിസിക്സിൽ നമ്മൾ പഠിക്കും. എന്താ അത്? സർഫസ് ഫോഴ്സ് അല്ലെ, പ്രതല ബലം കൊണ്ടാണ്. അടുത്ത മൈക്രോവേവ്, അൾട്രാവയലറ്റ് രശ്മികൾ, റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് രശ്മികൾ എന്നിവ അവയുടെ ഊർജ്ജത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. ഇതിപ്പോ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഏറ്റവും റേഡിയോ തരംഗം, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്. അടുത്ത ഒരു ശരീരം ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് മാറ്റുമ്പം അതിന്റെ ഭാരം, ഇത് ഗ്രാവിറ്റേഷനകത്ത് 9ാം ക്ലാസ്സിലുള്ള ഒരു ചോദ്യമാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, വർദ്ധിക്കുന്നു. ക്രിക്കറ്റ് ബോള് 45 ഡിഗ്രി കോണിൽ തിരശ്ചീനമായി മുകളിലേക്ക് എറിഞ്ഞാൽ അതിന്റെ പരമാവധി ഉയരത്തിൽ പ്രവേഗവും ത്വരണവും തമ്മിലുള്ള കോണളവ് എത്രയാണ്? A cricket ball is thrown up making an angle of 45 degree with the horizontal. The angle between the velocity and acceleration when the ball is at maximum height is? ആൻസർ മാത്രം പറയാം. എത്രയാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, 90 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 90 ഡിഗ്രിയാണ് ആൻസർ. ലോഹങ്ങൾ നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ ആണ്. അടുത്ത 44 കാർബണിന്റെ സ്വാഭാവിക ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, C12 C13 C13 കാർബണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഐസോടോപ്പുകൾ. 45 വാതകങ്ങൾ 0 വോളിയം ഉൾക്കൊള്ളുന്ന സാങ്കല്പിക താപനിലയെ കേവല 0 എന്ന് വിളിക്കുന്നുണ്ട്. ഇത് താഴെ പറഞ്ഞ ഏത് വാതക നിയമം അനുസരിച്ചിട്ടുള്ളതാണ്? വാതകങ്ങൾ 0 വോളിയം ഉൾക്കൊള്ളുന്ന സാങ്കല്പിക താപനിലയെ കേവല 0, അബ്സല്യൂട്ട് 0 എന്ന് വിളിക്കാറുണ്ട് അല്ലെ. അത് ഏതാണെന്നാണ് ചോദ്യം. The hypothetical temperature at which gases are supposed to occupy 0 volume is called absolute zero. This is according to the which of the following gas law? ഏതാണത്? ഓപ്ഷൻ എ, ചാൾസ് ലോ ആണ്. ചാൾസ് ലോ, ബോയിൽസ് ലോ, അവോഗാഡ്രോ ലോ ഒക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, കൊച്ചു ക്ലാസ് പഠിക്കുന്ന, 10ാം ക്ലാസ്സിലുണ്ട്. അടുത്ത HSO4 മൈനസ് ഉണ്ട് ഇവിടെ. അതിന്റെ സംയോജിത ആസിഡ് ബേസ് ജോഡി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, H2SO4 ഉം SO4 2-ഉം. അടുത്ത 47 താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരാത്തത്? ഉത്തരാസ്വയംവരം, കല്യാണ സൗഗന്ധികം, സീതാസ്വയംവരം, ദക്ഷയാഗം. എഴുതിയ ആൾക്കാരുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, ദക്ഷയാഗം, ഉണ്ണായി വാര്യർ. ഇതാണ് ചേരുംപടി ചേരാത്തത്. അടുത്ത മോഹിനിയാട്ടത്തെ കുറിച്ച് ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ മാത്രം ഞാൻ പറയാം. ഓപ്ഷൻ ഡി, മുകളിലുള്ളവയെല്ലാം തന്നെ ശരിയാണ്. അടുത്തത് മയൂഖ ജോണി ഏതാണ്? അതായത് ഓരോരുത്തരും ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്പോർട്സ് ആണ്. മയൂഖ ജോണി ബാഡ്മിന്റൺ, ജിമ്മി ജോർജ് വോളിബോൾ, രാജാ വെങ്കിട്ടരാമൻ ബാസ്കറ്റ്ബോൾ, ദിനേശ് നായക് കബഡി. ഏതാണ് ചേരുംപടി ചേരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, ജിമ്മി ജോർജ് വോളിബോൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് 50 താഴെ പറയുന്നവയിൽ സത്യജിത്ത് റേ സംവിധാനം ചെയ്യാത്ത സിനിമ ഏതാണെന്നാണ് ചോദ്യം.
ഏക് ദിൻ പ്രതിദിൻ അതാണ് ചെയ്തിട്ടില്ലാത്തത്. സംവിധാനം ചെയ്തത് അപ്പൊ ഏതൊക്കെയാ? ജലസാഗർ, ചാരുലത, നായക്. ഇത്രയുമാണ് GK ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ടഫ്നെസ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും പലതും നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. അപ്പൊ മുന്നോട്ടുള്ളവരും ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ട് പോവുക. ആ വന്നിരിക്കുന്ന മേഖലകൾക്കകത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മേഖല എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്. ഇത് നമുക്ക് ഉറപ്പായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാം എവിടെ നിന്നൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന്. അപ്പൊ ബാക്കിയും നമുക്ക് ഈ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വരുന്നു എന്ന് ഒരു പേപ്പറിൽ എഴുതി നോക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ആ ട്രിക്കൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.